ഹലോ. അപ്പോൾ ഈ കാണുന്ന ഫ്രൂട്ട്സൊക്കെ വെച്ച് നമുക്ക് അടിപൊളി ഒരു ഫ്രൂട്ട് കസ്റ്റർഡ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായി ഞാനിത് ഇവിടെ പൈനാപ്പിൾ, മുന്തിരി, ആപ്പിൾ, മാങ്ങ എന്നീ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതാ പാല്, കസ്റ്റർഡ് പൗഡർ, മിൽക്ക് മെയ്ഡ് എന്നീ സാധനങ്ങളൊക്കെയാണ് ആവശ്യം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ചൊഴിച്ചെടുക്കുകയാണ്. അത് മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല, കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കസ്റ്റർഡ് പൗഡർ നമുക്ക് കലക്കി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടും. അങ്ങനെ അത് ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുന്ന പാലിലേക്ക് ഒരു 3-3.5 സ്പൂണ് കസ്റ്റർഡ് പൗഡർ ഞാനത് നന്നായി ഇളക്കി കട്ടകളൊന്നും ഇല്ലാതെ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കും. അത് പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റാക്കി കിട്ടും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മുടെ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. അപ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊന്ന് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ആപ്പിൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ അതിൽ ചേർക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർക്കാം. പുളിയില്ലാതെ ഏത് ഫ്രൂട്ട്സും നമുക്ക് ചേർക്കാം. പിന്നെ മുന്തിരി ഇവിടെ ഞാൻ കുരുവില്ലാതെ നല്ല മധുരമുള്ള മുന്തിരിയാണ്. പിന്നെ മാങ്ങ ചേർക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ച് നമ്മൾ അടുത്തത് പൈനാപ്പിളും കൂടി കട്ട് ചെയ്യണം. പൈനാപ്പിളൊക്കെ ഒരു ചെറിയൊരു പോർഷൻ എടുത്താൽ മതി. ആ പൈനാപ്പിളിൻ്റെ പൂ ഞാൻ പണ്ടൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഗ്ലാസ്സിലൊക്കെ ഇട്ട് വെക്കുമായിരുന്നു. അങ്ങനെ പൈനാപ്പിൾ നമ്മൾ മുറിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മിക്സ് അവിടെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കാം. എന്നിട്ട് ഒക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെച്ചാൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ഞാനൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു കറക്റ്റ് 3-3.5 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്തിരിക്കുന്നതാണ്. ഇത് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിൻ്റെ പൊടി കൂടിപ്പോയാൽ കയ്പ്പുണ്ടാവും. അപ്പോൾ എല്ലാം പിന്നെ കറക്റ്റ് പോർഷൻ ചേർക്കുക. അങ്ങനെ ഇതാ ഇവിടെ അടിപൊളിയായി കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് സമയമല്ലേ ഇപ്പോൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതെല്ലാവർക്കും അറിയുന്ന ഐറ്റം തന്നെയാണ്, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ പിന്നെ തീർച്ചയായും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. ഐസ്ക്രീം പോലെ തന്നെ കുട്ടികളൊക്കെ കുടിച്ചോളും. അപ്പോൾ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.